ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും ചാനൽ കൃത്യമായി വാച്ച് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണം. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതിയിൽ 3 വാക്കുകൾ ആമുഖത്തോട് കൂട്ടിച്ചേർത്തു. 1976 42ാം ഭേദഗതി പ്രകാരം 3 വാക്കുകളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത്. അതേതെല്ലാമാണ്? സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത എന്നീ 3 വാക്കുകൾ 42ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. രാജ്യത്തിൻ്റെ ഐക്യം എന്നതിനു പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. 42ാം ഭരണഘടനാ ഭേദഗതിയിൽ രാജ്യത്തിൻ്റെ ഐക്യം എന്നത് മാറ്റിയിട്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 42ാം ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ആയിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. 1949 നവംബർ 26 എന്ന ഒരു തീയതിയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ച കേസ് ഏതാണ്? ബോറുഭായി കേസ്. ബോറുഭായി കേസിലൂടെയാണ് ആമുഖം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത്. 1960 ബോറുഭായി കേസിൽ കൂടിയാണ്. ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞ കേസ് ഏതാണ്? ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് ആമുഖം എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് 1973. അതായത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് പറയുന്നത് ബേറുഭായി കേസ് 1960 ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് 1973 പ്രകാരവുമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NK പാൽക്കിവാല. അതായത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NK പാൽക്കിവാല. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ഭാസ്കർ. അതായത് ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർ ദാസ് ഭാർഗവാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആമുഖമാണെന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് നെഹ്റു. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് നെഹ്റു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി നെഹ്റു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? നെഹ്റു. നമുക്കിനി നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 1 to 4 വരെ പറഞ്ഞിരിക്കുന്ന യൂണിയനും ഭൂപ്രദേശവുമായിട്ടുള്ള വിവരങ്ങളാണ്. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ്. 395 ആർട്ടിക്കിളാണ് ഉള്ളത്. അപ്പോൾ അതിൽ 1 തൊട്ട് 4 വരെ ഏതാണ്? യൂണിയനും ഭൂപ്രദേശത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യ എന്താണ്? ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ക്വാസി ഫെഡറൽ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ഡാഷ് ആണ്, ക്വാസി ഫെഡറൽ ആണ്. ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുക എന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിന്. പുതിയ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതിന് ഇന്ത്യയിൽ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിന് മാത്രമാണ് അധികാരമുള്ളത്. പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഏതാണ്?
ആർട്ടിക്കിൾ 3. ഇന്ത്യക്ക് പുതിയ ഒരു സംസ്ഥാനം രൂപീകരിക്കാനുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ്. അത് ഏത് ആർട്ടിക്കിളിലാണോ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 3 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? എസ്.കെ. ദർ. 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ചത് ആരെയാണ്? ഭാഷാ പ്രവിശ്യ കമ്മീഷൻ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടേതാണ് ഭാഷാ പ്രവിശ്യ കമ്മീഷൻ. അതിന്റെ അധ്യക്ഷൻ ആരാണ്? എസ്.കെ. ദർ ആണ്. 1948 ഡിസംബറിൽ കോൺഗ്രസ് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിച്ചു. അതേതാണ്? JVP കമ്മിറ്റി. JVP കമ്മിറ്റിയുടെ എന്തിൻ്റെയാണ്? കോൺഗ്രസിന്റെ അധീനതയിൽ വന്ന ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് JVP കമ്മീഷൻ. അത് വന്നത് 1948 ഡിസംബറിലാണ്. പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് പാർലമെന്റിന് ആവശ്യമായ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം. ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ പാർലമെന്റിന് ആവശ്യമായിട്ടുള്ളത് കേവല ഭൂരിപക്ഷമാണ്. അത് എന്താണ് കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ? 100 പേരുള്ളതെങ്കിൽ അതിൽ 50 പപ്പാതി, അതിൽ 51 പേരെങ്കിലും വോട്ട് ചെയ്താൽ മാത്രമാണ് കേവല. 100ൽ 51, അതായത് പകുതിയിൽ പ്ലസ് 50 + 1 കേവല ഭൂരിപക്ഷത്തിന്റെ കണക്കെന്ന് പറഞ്ഞത്. 100 പേരെന്ന് പറയുമ്പോൾ പപ്പാതി 50, അതിൽ 50ൽ 1, 50 + 1 പറയുമ്പോൾ 51 പേര് ചെയ്യണം. 100ൽ 51 പേര് വോട്ട് ചെയ്താൽ മാത്രമാണ് അത് കേവല ഭൂരിപക്ഷം ആവുകയുള്ളൂ. അപ്പോൾ പാർലമെന്റിന് പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷ വോട്ട് ആവശ്യമാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1953 ഒക്ടോബർ 1 ആന്ധ്രാപ്രദേശ് രൂപീകരിച്ച്. പോറ്റി ശ്രീരാമലുവിന്റെ നിരാഹാരം അനുഷ്ഠിച്ച് മരണമടഞ്ഞു. അദ്ദേഹം പോറ്റി ശ്രീരാമലുവാണ് ആന്ധ്രാപ്രദേശം എന്ന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് കാരണമായ വ്യക്തി. അദ്ദേഹം 58 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ടു. ഇന്ത്യയിൽ 15ാമത് രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ 15ാമത് രൂപം കൊണ്ട സംസ്ഥാനം ഗുജറാത്ത്. 25ാമതായിട്ട് ഇന്ത്യയിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഗോവ. 1987 ഗോവ രൂപം കൊണ്ടത്. 28ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. 29ാമത്തെ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. തെലുങ്കാന രൂപം കൊണ്ടത് 2014 ജൂൺ 2 താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.